തുടങ്ങാം. അപ്പൊ കറണ്ട് അഫയേഴ്സ് നോക്കാം. എക്സാം ഒക്കെ വരെയല്ലേ, കറണ്ട് അഫയേഴ്സ് നോക്കാം. ഓക്കെ, ആദ്യം കുറെ സ്ഥലങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തത് 2026 G20 ഉച്ചകോടി വേദി. മിയാമി എവിടെയാണ്? സൗത്ത് ആഫ്രിക്ക. അമേരിക്ക. അമേരിക്ക എവിടെയാണ്? 2026 G20 ഉച്ചകോടി അമേരിക്ക. 2025 G20 ഉച്ചകോടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. 26 പറഞ്ഞത്. 25 G20 ജോഹന്നാസ്ബർഗ് ഏത് രാജ്യമാണ്? സൗത്ത് ആഫ്രിക്ക. അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് വാർത്തയിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് 2026 G7 ഉച്ചകോടി. 2026 ഫ്രാൻസ്. 2026 G7 ഉച്ചകോടി ഫ്രാൻസ്. എത്രാമത്തെ G7 ഉച്ചകോടിയാണ് ഫ്രാൻസിൽ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ 52ാമത്തെ G7 ഉച്ചകോടി. 52ാമത്തെ G7 ഉച്ചകോടി എവിടെ നടക്കുന്നത്? ഫ്രാൻസിൽ നടക്കുന്നത്. 2025 G7 ഉച്ചകോടി കാനഡയിലെ ഒട്ടാവ. കാനഡയിലെ കാനഡ തലസ്ഥാനമാണ് ഒട്ടാവ. കാനഡയിൽ തന്നെയാണ്. ഓക്കെ, 51ാമത്തെയാണ് 2025 നടന്ന. ഒന്നുകൂടെ പറയാം. 2026 G20 ഉച്ചകോടി മിയാമി ഏത് രാജ്യം? അമേരിക്ക. 2025 G20 ഉച്ചകോടി ജോഹന്നാസ്ബർഗ് ഏത് രാജ്യം? സൗത്ത് ആഫ്രിക്ക. 2026 G7 ഉച്ചകോടി ഫ്രാൻസ്. എത്രാമത്തത്? 52. 2025 G7 ഉച്ചകോടി കാനഡ തലസ്ഥാനമാണ് ഒട്ടാവ. അടുത്ത് 2026 നാറ്റോ ഉച്ചകോടി അങ്കാറ എവിടെയാണ്? തുർക്കി. അങ്കാറ തുർക്കി. 2026 നാറ്റോ ഉച്ചകോടി അങ്കാറ തുർക്കി. 2025 നാറ്റോ ഉച്ചകോടി ഹേഗ് നെതർലൻഡ്. അപ്പൊ നാറ്റോയുടെ ഫുൾ ഫോം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ 2026 നാറ്റോ ഉച്ചകോടി അങ്കാറ തുർക്കി. 2025 നാറ്റോ ഉച്ചകോടി ഹേഗ് നെതർലൻഡ്. നാറ്റോയുടെ ഫുൾ ഫോം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. 2026 ബ്രിക്സ് ഉച്ചകോടി നമ്മുടെ ഇന്ത്യയിലെ ന്യൂഡൽഹി. 2026 ബ്രിക്സ് ഉച്ചകോടി ഡൽഹി, ഇന്ത്യ. എത്രാമത്തെ ബ്രിക്സ് ഉച്ചകോടി? 18ാമത്തെ ബ്രിക്സ് ഉച്ചകോടി. എത്രാമത്തെ ബ്രിക്സ് ഉച്ചകോടി? 18ാമത്തെ ബ്രിക്സ് ഉച്ചകോടി. അങ്ങനെയാണെങ്കിൽ 2025 ബ്രിക്സ് ഉച്ചകോടി റിയോ ഡി ജനീറോ. എവിടെയാണ് റിയോ ഡി ജനീറോ? ബ്രസീൽ. എത്രാമത്തെയാണ്? 17. 18 2026 ആണെങ്കിൽ മറ്റേത് എന്താണ്? 17. ഓക്കെ, അടുത്ത് 2026 കാലാവസ്ഥ ഉച്ചകോടി അന്റാലിയ തുർക്കി. 2026 കാലാവസ്ഥ ഉച്ചകോടി അന്റാലിയ തുർക്കി. 2025 കാലാവസ്ഥ ഉച്ചകോടി ബേലം ബ്രസീൽ. 2025 കാലാവസ്ഥ ഉച്ചകോടി ബേലം ബ്രസീൽ. ഓക്കെ, 2025 ലോക പുസ്തക തലസ്ഥാനം റിയോ ഡി ജനീറോ. 2025 ലോക പുസ്തക തലസ്ഥാനം റിയോ ഡി ജനീറോ. ആരാണ്ട് ഈ പുസ്തക തലസ്ഥാനം തിരഞ്ഞെടുക്കുന്നത്? യുനെസ്കോയാണ് എന്താണ് പുസ്തക തലസ്ഥാനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് കേട്ടോ. 2025 ലോക പുസ്തക തലസ്ഥാനം റിയോ ഡി ജനീറോ. ഏത് രാജ്യം? ബ്രസീൽ. അങ്ങനെയാണെങ്കിൽ 2026 ലോക പുസ്തക തലസ്ഥാനം റബാത്ത്, മൊറോക്കോയിലെ സ്ഥലമാണ് റബാത്ത്. എവിടെയാന്ന് ചോദിച്ചാൽ മൊറോക്കോ. അപ്പൊ 2026 ലോക പുസ്തക തലസ്ഥാനം റബാത്ത്, മൊറോക്കോ. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഒന്ന് കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം. 2026 നാറ്റോ ഉച്ചകോടി അങ്കാറ തുർക്കി. 2025 നാറ്റോ ഉച്ചകോടി ഹേഗ് നെതർലൻഡ്. നാറ്റോയുടെ ഫുൾ ഫോം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. 2026 ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹി, ഇന്ത്യ. എത്രാമത്തത്? 18. 2025 ബ്രിക്സ് ഉച്ചകോടി റിയോ ഡി ജനീറോ, ബ്രസീൽ. എത്രാമത്തത്? 17. 2026 കാലാവസ്ഥ ഉച്ചകോടി അന്റാലിയ രാജ്യം? തുർക്കി. 2025 കാലാവസ്ഥ ഉച്ചകോടി ബേലം ബ്രസീൽ. 2025 ലോക പുസ്തക തലസ്ഥാനം റിയോ ഡി ജനീറോ, ബ്രസീൽ. 2026 പുസ്തക തലസ്ഥാനം
തലസ്ഥാനം റബാത്ത് മൊറോക്കോ. ഓക്കെ, ശ്രദ്ധിച്ചു. അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2024 ഒളിമ്പിക്സ് നടന്നത് പാരീസ്. 2024 ഒളിമ്പിക്സ് നടന്നത് പാരീസ്. ഒന്നാം സ്ഥാനം നേടിയത് അമേരിക്ക. ഒന്നാം സ്ഥാനം നേടിയത് അമേരിക്ക. അതിലൂടെ പഠിക്കണം ഇന്ത്യയുടെ സ്ഥാനം 69. ഇന്ത്യയുടെ സ്ഥാനം 69. ഇന്ത്യയുടെ സ്ഥാനം 69. 2028 ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ഏഞ്ചൽസ് അമേരിക്ക. 2028 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസ് അമേരിക്ക. അതിന്റെ കൂടെ പഠിക്കുക 2032 ഒളിമ്പിക്സ്. 2032 ഒളിമ്പിക്സ് ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ. ഏഴാമത്തെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ. 2032 ഒളിമ്പിക്സ് നടക്കുന്നത് ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ. അതിന്റെ കൂടെ പഠിക്കുക 16ാമത്തെ ബഡ്ജറ്റിൽ 2036 ഒളിമ്പിക്സിനോട് അനുബന്ധിച്ച് അവതരിപ്പിച്ച പദ്ധതി ഏതാണ്? വിഷൻ 2036. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ നോക്കി. 2024 ഒളിമ്പിക്സ് എവിടെയാണ്? പാരീസ് ഒളിമ്പിക്സ്. പാരീസ് ആണ്. ഒന്നാം സ്ഥാനം നേടിയത് അമേരിക്ക. ഇന്ത്യയുടെ സ്ഥാനം 69. 2028 ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസ് അമേരിക്ക. 2032 ഒളിമ്പിക്സ് ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ. ഓക്കെ, അടുത്ത് വിഷൻ പറഞ്ഞു. വിഷൻ 2036. എന്താണ് വിഷൻ 2036? നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നടക്കാനനുബന്ധിച്ച് ഇന്ത്യയിൽ വെച്ച് ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കേരള സർക്കാർ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച പദ്ധതിയാണ് വിഷൻ 2036 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് 2026 കോമൺവെൽത്ത് ഗെയിംസ്. 2026 കോമൺവെൽത്ത് ഗെയിംസ് ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡ്. 2026 കോമൺവെൽത്ത് ഗെയിംസ് ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡ്. ഓക്കെ, 2022 കോമൺവെൽത്ത് ഗെയിംസ് ബർഹിംഹാം. എവിടെയാണ്? ഇംഗ്ലണ്ട്. ബർഹിംഹാം ഇംഗ്ലണ്ട്. 2022 കോമൺവെൽത്ത് ഗെയിംസ് ബർഹിംഹാം ഇംഗ്ലണ്ട്. ഓക്കെ, ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഓസ്ട്രേലിയ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയത് ഓസ്ട്രേലിയ. ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനം. ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനം. ഓക്കെ, പറഞ്ഞു. ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനം. ഓക്കെ, അടുത്ത് 2026 ഫിഫ വേൾഡ് കപ്പ്. 2026 ഫിഫ വേൾഡ് കപ്പ് എവിടേക്കാണ്? മൂന്നടുത്ത്. ഏതൊക്കെയാണ്? കാനഡ, മെക്സിക്കോ, അമേരിക്ക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2022 ഫിഫ വേൾഡ് കപ്പ്. 2022 ഫിഫ കപ്പ് ഏതാണ്? ഖത്തർ. 2022 ഫിഫ വേൾഡ് കപ്പ് എവിടെയാണ്? ഖത്തർ. മറന്നു പോരുത്. 2022 ഫിഫ വേൾഡ് കപ്പ് ഖത്തർ. ഓക്കെ, 2026 നടക്കുന്ന എത്രാമത്തെ ഫിഫ വേൾഡ് കപ്പ് ആണ്? 2026 നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 23ാമത്തെ. ഓക്കെ, 23ാമത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓർത്ത് വെച്ചോണ്ട് 2026 നടക്കുന്ന എത്രാമത്തെ ഫിഫ വേൾഡ് കപ്പ് ആണ്? 23ാമത്തെ. 2026 ഫിഫ വേൾഡ് കപ്പിൽ ആദ്യം പുറത്തായ ടീം ഏത്? ഹെയ്ത്തി. ആദ്യം പുറത്തായ ടീം ഏതാണ്? ഹെയ്ത്തി. ആദ്യം പുറത്തായ ടീം ഹെയ്ത്തി. മറന്നുപോലെ. 2026 ഫിഫ വേൾഡ് കപ്പിൽ ആദ്യം പുറത്തായ ടീം ഹെയ്ത്തി. ആദ്യ മത്സരം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ആദ്യ മത്സരം സൗത്ത് ആഫ്രിക്കയും മെക്സിക്കോയും. ആദ്യ മത്സരം ആരൊക്കെ തമ്മിലായിരുന്നു? സൗത്ത് ആഫ്രിക്കയും മെക്സിക്കോ. മറന്നുപോലെ. സൗത്ത് ആഫ്രിക്ക മെക്സിക്കോ. ഓക്കെ, ആദ്യം വിജയിച്ച ടീം മെക്സിക്കോ. ആദ്യം വിജയിച്ച ടീം ചോദിച്ചാൽ മെക്സിക്കോ. മറന്നുപോയത്. ആദ്യം വിജയിച്ച ടീം മെക്സിക്കോ. ഓക്കെ, അടുത്ത് ആദ്യ മത്സരം നടന്ന സ്റ്റേഡിയം ആസ്റ്റെക്ക സ്റ്റേഡിയം. ആദ്യ മത്സരം നടന്ന സ്റ്റേഡിയം ചോദിച്ചാൽ ആസ്റ്റെക്ക സ്റ്റേഡിയം. ആദ്യ മത്സരം നടന്ന സ്റ്റേഡിയം ആസ്റ്റെക്ക സ്റ്റേഡിയം. മത്സരിക്കുന്ന ടീമുകളുടെ എണ്ണം എത്ര? 48. മത്സരിക്കുന്ന ടീമുകളുടെ എണ്ണം ചോദിച്ചാൽ 48. മാറിപ്പോയത്. മത്സരിക്കുന്ന ടീമുകളുടെ എണ്ണം 48. ഓക്കെ, മത്സരിക്കുന്ന ടീമുകളുടെ എണ്ണം 48. ആദ്യം വിജയിച്ച ടീം മെക്സിക്കോ. ആദ്യ മത്സരം വിജയിച്ച ടീം ഏതാന്ന് ചോദിച്ചാൽ മെക്സിക്കോ. ഓക്കെ, അടുത്ത് ആദ്യ ഗോൾ നേടിയത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ജൂലിയൻ കിനോനസ്. 2026 ഫിഫ വേൾഡ് കപ്പിൽ ആദ്യ ഗോൾ നേടിയത് ജൂലിയൻ കിനോനസ്. ഓക്കെ, 2026 ഫുട്ബോൾ വേൾഡ് കപ്പിലെ ഈ ആസ്റ്റെക്ക സ്റ്റേഡിയത്തിന്റെ പ്രത്യേകത. ആസ്റ്റെക്ക സ്റ്റേഡിയം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു.
ആസ്റ്റിക സ്റ്റേഡിയം 3 പ്രാവശ്യം വ്യത്യസ്ത ലോകകപ്പ് നടന്ന ഒരേ സ്റ്റേഡിയമാണ് ആസ്റ്റിക സ്റ്റേഡിയം. ഏതൊക്കെ വർഷം എന്ന് അറിയാമോ? കൈലാസ് പറഞ്ഞു 70, 86, 70, 86, 2026. ഓക്കെ, 70, 86, 2026. ഓക്കെ, അടുത്ത് ഖത്തർ ഫിഫ ടീമിൽ ഇടം പിടിച്ച മലയാളി. ഖത്തർ ഫിഫ ടീമിൽ ഇടം പിടിച്ച കണ്ണൂർ സ്വദേശി തഹ്സീൻ മുഹമ്മദ് ജംഷീദ്. തഹ്സീൻ മുഹമ്മദ് ജംഷീദ്. തഹ്സീൻ മുഹമ്മദ് ജംഷീദ്. ഓക്കെ, അടുത്ത് വീണ്ടും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. മെക്സിക്കോ ടീമിനെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആദ്യമായിട്ട് ഗിൽബർട്ടോ മോറ. ഗിൽബർട്ടോ മോറ മെക്സിക്കൻ ടീമിനെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഗിൽബർട്ടോ മോറ. ഗിൽബർട്ടോ മോറ മറന്നു പോരുത്. അടുത്ത് 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപിള്ള. എത്രയാണ് സമ്മാനത്തുക? 5 ലക്ഷം. എന്താണ് പ്രത്യേകത? എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ മൊത്തത്തിലുള്ള കേരള സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എന്നു മുതലാണ് 5 ലക്ഷമായത്? 2017 മുതൽ സമ്മാനത്തുക 5 ലക്ഷം. ആദ്യം കൊടുത്തു തുടങ്ങിയ വർഷം ഏത് വർഷം? 1993. ആദ്യം കൊടുത്തു തുടങ്ങിയത് 1993. ഓക്കെ, ആദ്യം ലഭിച്ചത് ശൂരനാട് കുഞ്ഞമ്പിള്ള. ആദ്യം ലഭിച്ചത് ശൂരനാട് കുഞ്ഞമ്പിള്ള. ആദ്യം ലഭിച്ച വനിത ബാലാമണിയമ്മ. വർഷം 95. 93 കൊടുത്തു തുടങ്ങി. 95 ആർക്ക് കിട്ടി? ബാലാമണി അമ്മയ്ക്ക് കിട്ടി. രണ്ടാമത്തെ വനിത മാധവിക്കുട്ടി അഥവാ കമല സുരയ്യ. കമല സുരയ്യ അല്ലെങ്കിൽ മാധവിക്കുട്ടി. വീണ്ടും പഠിക്കുക. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപിള്ള. സമ്മാനത്തുക 5 ലക്ഷം. കൊടുത്തു തുടങ്ങിയ വർഷം 93. ആദ്യം ലഭിച്ചത് ശൂരനാട് കുഞ്ഞമ്പിള്ള. ആദ്യം ലഭിച്ച വനിത ബാലാമണി അമ്മ. രണ്ടാമത് ലഭിച്ച വനിത കമല സുരയ്യ. വയലാർ അവാർഡ് 2024. 24 ആര് ചാരി നിന്നു? അശോകൻ ചരുവിൽ. 2024 ആര് ചാരി നിന്നു? അശോകൻ ചരുവിൽ. കൃതി കാട്ടൂർക്കടവ്. അപ്പൊ എവിടെയാണ് ചാരി നിന്നത്? കാട്ടിന്റെ കടവിലാണ് ആര് ചാരി നിന്നത്? അശോകൻ ചരുവിൽ ചാരി നിന്നത്. കാട്ടൂർക്കടവ് എന്താണ്? കഥയാണോ കവിതയാണോ? നോവലാണ്. കാട്ടൂർക്കടവ് എന്താണ്? നോവലാണ്. 2024 വയലാർ അവാർഡ് കിട്ടിയത് അശോകൻ ചരുവിൽ. സമ്മാനത്തുക 1 ലക്ഷം. സമ്മാനത്തുക 1 ലക്ഷം. അങ്ങനെയാണെങ്കിൽ 2025 വയലാർ അവാർഡ് ഈ സന്തോഷ് കുമാർ. കൃതിയാണ് തപോമയിയുടെ അച്ഛൻ. തപോമയിയുടെ അച്ഛൻ. ഓക്കെ, ആരുടെ അച്ഛൻ? തപോമയിയുടെ അച്ഛൻ. ആര്? ഈ സന്തോഷ് കുമാർ. ഏത് വർഷം? 2025. ഏത് അവാർഡ്? വയലാർ അവാർഡ്. ഓക്കെ, ആദ്യം കിട്ടിയ വനിത ലളിതാംബിക അന്തർജനം. വർഷം 1977. 1977. അടുത്ത് ഓടക്കുഴൽ പുരസ്കാരം 2025 EP രാജഗോപാൽ. ഏത് കൃതി? ഉൾക്കഥ. EP രാജഗോപാലിന്റെ എന്തിന്? ഉൾക്കഥയ്ക്ക്. സമ്മാനത്തുക 30,000. സമ്മാനത്തുക 30. ഓടക്കുഴൽ പുരസ്കാരം സമ്മാനത്തുക 30,000. 2024 ഓടക്കുഴൽ പുരസ്കാരം K അരവിന്ദാക്ഷൻ. കൃതി ഗോപ. ഓക്കെ, ആദ്യം കൊടുത്തു തുടങ്ങിയ വർഷം 69. എങ്ങനെ ഓർത്തു വയ്ക്കാം? ISR നിലവിൽ വന്ന വർഷം 69 എങ്കിൽ 68 നിലവിൽ വന്ന ഒരു സ്ഥാപനമുണ്ട് റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. നിലവിൽ വന്ന വർഷം 68. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് നിലവിൽ വന്നതിന്റെ അടുത്ത വർഷം എന്ത് വന്നു? ISR നിലവിൽ വന്നു. 1969 ഓഗസ്റ്റ് 15. ആസ്ഥാനം അന്തരീക്ഷ ഭവൻ. ISR ചെയർമാൻ നാരായണൻ. നാരായണൻ. ഓക്കെ, കൊടുത്തിറങ്ങിയ വർഷം നമ്മൾ പറഞ്ഞു 1969. ആദ്യം ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. മറന്നു. ആദ്യം ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ആദ്യം ലഭിച്ച വനിത ഓടക്കുഴൽ പുരസ്കാരം ആദ്യം ലഭിച്ച വനിത ലളിതാംബിക അന്തർജനം. വർഷം 77. അടുത്ത ഹരിവരാസനം പുരസ്കാരം ഏത് വർഷം മുതലാണ് കൊടുത്തു തുടങ്ങിയത്?
2012 ഹരിവരാസന പുരസ്കാരം കൊടുത്തു തുടങ്ങിയ വർഷം 2012. ആദ്യം ലഭിച്ചത് കേരളത്തിലെ അഭിമാനമായ ഒരു യേശുദാസ്, KJ യേശുദാസ്. ഹരിവരാസന പുരസ്കാരം ആദ്യം ലഭിച്ചത് KJ യേശുദാസ്. 2025 ഹരിവരാസന പുരസ്കാരം ഇല്ല, 2026 കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. 2025 കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. 2026 ഹരിവരാസന പുരസ്കാരം തിരുവിഴ ജയശങ്കർ. ആദ്യം ലഭിച്ച വനിത KS ചിത്ര. ഹരിവരാസന പുരസ്കാരം ആദ്യം ലഭിച്ച വനിത KS ചിത്ര. വർഷം 2018. ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപിള്ള. സമ്മാന തുക 5 ലക്ഷം. ഏത് വർഷം മുതലാണ് 5 ലക്ഷം ആയത്? 2017. ആദ്യം ലഭിച്ചത് വർഷം? ആദ്യ വനിത വർഷം? 2024 ലഭിച്ചത്? രണ്ടാമത് ലഭിച്ച വനിത മാധവിക്കുട്ടി അല്ലെങ്കിൽ കമല സൂര്യ. വയലാർ അവാർഡ് 2024 അശോകൻ ചെരുവിൽ. കൃതി കാട്ടൂർക്കടവ്. അതെന്താണ്? നോവലാണ്. 2025 സന്തോഷ് കുമാർ. കൃതി തപോമയുടെ അച്ഛൻ. ആദ്യം ലഭിച്ചത് 1977 ലളിതാംബിക അന്തർജനൻ. കൃതി അഗ്നിസാക്ഷി. സമ്മാന തുക 1 ലക്ഷം. ഓടക്കുഴ പുരസ്കാരം 2025 EP രാജഗോപാലൻ. കൃതി ഉൾക്കഥ. സമ്മാന തുക 30,000. 2024 കിട്ടിയത് K അരവിന്ദാക്ഷൻ. കൃതി ഗോപ. 1969 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. കിട്ടിയത് എണ്ണിക്കുളം ഗോപാൽ. കൃതി അറിയാമോ? തുളസീദാസ രാമായണത്തിന്റെ പരിഭാഷ. ഓക്കെ. ആദ്യ വനിത ലളിതാംബിക ദർശനം. വർഷം 77. ഹരിവരാസന പുരസ്കാരം കൊടുത്തു തുടങ്ങിയ വർഷം 2012. ആദ്യം ലഭിച്ചത് ആദ്യ വനിത KS ചിത്ര. വർഷം 2018. 2025 ഹരിവരാസന പുരസ്കാരം കൈതപ്പുറം. 2026 തിരുവിഴ ജയശങ്കർ. ക്ലിയർ അല്ലേ? ഓക്കെ.